തിരുവനന്തപുരം മംഗലപുരത്ത് ഗ്യാസ് ടാങ്കർ ലോറി മറിഞ്ഞ സംഭവത്തിൽ 3 ടാങ്കറിലേക്ക് ഗ്യാസ് മാറ്റുന്ന നടപടികൾ ആരംഭിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് ദേശീയപാത പള്ളിപ്പുറം മുതൽ മംഗലപുരം വരെയുള്ള ഗതാഗതം നിരോധിച്ചു. വിവരങ്ങളുമായി സലീം മാലിക് ചേരുകയാണ് മംഗലപുരത്ത് നിന്ന്. സലീം, അപകട സാധ്യത ഏറെയുള്ള ഒരു കാര്യമാണ്. അവിടെ ഗതാഗതം നിരോധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റീന, ഒരു വലിയ ദൗത്യം എന്ന് പറഞ്ഞാൽ അത് ഫയർഫോഴ്സും പോലീസും ചേർന്ന് സമാനതകളില്ലാത്തൊരു ദൗത്യം നടക്കുകയാണ്. ആ ദൗത്യം എന്റെ പുറകിൽ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയും. ഇന്ന് രാവിലെ ഉണ്ടായ ഒരു അപകടം, അതിൽ ഒരു ടാങ്കർ ലോറി, LPG ഗ്യാസുമായി വന്ന ടാങ്കർ ലോറി മറിഞ്ഞ് വലിയ നിലയിൽ ഒരു അപകടം ഉണ്ടായതാണ്. പക്ഷെ വാതകച്ചോർച്ച ഇല്ലാത്തത് വലിയ അനുഗ്രഹമായിരുന്നു ആ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ അപ്പോഴും ഇതിങ്ങനെ ഈ ടാങ്കർ മറിഞ്ഞു കിടക്കുന്നത് ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഉൾപ്പെടെ വലിയ ആശങ്കയായിരുന്നു. ആ സമയത്താണ് ഈ നിലവിലുള്ള ഈ വാതകം മറ്റൊരു ടാങ്കറിലേക്ക്, മറ്റു 3 ടാങ്കറുകളിലേക്കായി മാറ്റുന്ന നടപടി ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഫയർഫോഴ്സിന്റെ സർവ്വസന്നാഹങ്ങളുമായുള്ള ഒരു നടപടിക്രമമാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയുന്നത്. ഇതിന്റെ ഭാഗമായി ഈ പ്രദേശത്ത് വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദേശീയപാതയിൽ പള്ളിപ്പുറം മുതൽ മംഗലപുരം വരെയുള്ള റോഡ് ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. നമുക്ക് തന്നെ കാണാം, വിജനമായ ഒരു റോഡാണ് നമുക്ക് മുൻപിലുള്ളത്. 2 വശത്തുമായി സ്ഥിരം വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോകുന്ന റോഡിൽ ഒരു വാഹനം പോലും കടന്നു വരാത്ത നിലയിലുള്ള സുരക്ഷ ഒരുക്കിക്കൊണ്ട് പോലീസ് സഹായിക്കുന്നു. ഒപ്പം ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥർ സർവ്വസജ്ജരായി അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. KSEB ഉദ്യോഗസ്ഥർ പ്രദേശത്തെ വൈദ്യുതി ബന്ധം പൂർണ്ണമായും വിച്ഛേദിച്ചുകൊണ്ട് ആ നിലയിൽ ഈ പ്രക്രിയയ്ക്കൊപ്പം നിൽക്കുന്നു. അങ്ങനെ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള വീടുകളിലും ഹോട്ടലുകളിലും എല്ലാം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവിടെയൊന്നും ഒരു തീപ്പെട്ടി പോലും കത്തിക്കരുത്, ഒരു അടുപ്പും തൽക്കാലത്തേക്ക് പ്രവർത്തിപ്പിക്കരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇൻവെർട്ടർ ഉൾപ്പെടെ പ്രവർത്തിപ്പിക്കാൻ പാടില്ല എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ നിലയിൽ ഒരു വലിയ ഒരു പ്രക്രിയ ഇവിടെ നടക്കുകയാണ്. നമ്മൾ മമ്മൂട്ടിയുടെ ഫയർമാൻ സിനിമയിൽ കണ്ടതിന് സമാനമായൊരു ഈ പാചകവാതക ഷിഫ്റ്റിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. വലിയ അപകട സാധ്യതയുള്ള, വലിയ റിസ്ക് ഉള്ള ഒരു നടപടി. അതിന്റെ എല്ലാ റിസ്കുകളും ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സ്വയം ഏറ്റെടുത്തുകൊണ്ട്, എന്നാൽ ഈ നാട്ടുകാർക്ക് ഉൾപ്പെടെ ഒരു അപകടവും പറ്റില്ല എന്ന് ഉറപ്പുവരുത്തി അതിന്റെ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാക്കിയ ശേഷമാണ് ഈ നടപടിയിലേക്ക് കടന്നത്. കാരണം ഇന്ന് പുലർച്ചെയാണ് ഈ അപകടമുണ്ടായത്, ഈ ടാങ്കർ മറിഞ്ഞത്. അതിനുശേഷം പിന്നീട് വൈകുന്നേരം വരെയും അതിൻ്റെതായ സന്നാഹങ്ങളൊക്കെ ഒരുക്കി 8 മണിയോടുകൂടിയാണ്. ഈ ഡ്രൈവർ വാതകച്ചോർച്ച ഇല്ലാത്തതിനാൽ പോലീസിൽ വിവരം അറിയിച്ചിരുന്നില്ല. പിന്നീട് രാവിലെ 7:30 പോലീസ് വിവരമറിഞ്ഞ് സ്ഥലത്തെത്തുകയായിരുന്നു. അതിനുശേഷം പിന്നീട് അതുമുതൽ ഈ സംഭവം, ഈ ഷിഫ്റ്റിംഗ് നടക്കുന്നത് വരെയുള്ള ഒരു 3 മണി സമയം, 2:30 വരെയും ഇത് ഇനി അടുത്ത വാഹനത്തിലേക്ക്, അടുത്ത ടാങ്കറിലേക്ക് എങ്ങനെ ഷിഫ്റ്റ് ചെയ്യാം എന്നുള്ള ആലോചനയിലായിരുന്നു ഫയർഫോഴ്സ്. അതിന്റെ ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയാക്കി. അതിനുശേഷം ഇപ്പോൾ ഈ നിലയിൽ ഈ ടാങ്കർ മാറ്റി മറ്റൊരു ടാങ്കറിലേക്ക് മാറ്റുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് 24-ലൂടെ പ്രേക്ഷകർക്ക് എത്തിക്കാനും കഴിയുന്നത്. മംഗലപുരം പോലീസിന്റെയും കഴക്കൂട്ടം പോലീസിന്റെയും പൂർണ്ണമായ ഒരു സേവനം ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ഇപ്പോൾ ഈ മംഗലപുരം ജംഗ്ഷനിൽ പൂർണ്ണമായും ബാരിക്കേഡുകൾ വെച്ച് എല്ലാ ഗതാഗതവും തടസ്സപ്പെടുത്തിയിരിക്കുന്നു. ഈ ഓരോ ഏരിയയിലും ഓരോ ചെറു ഇടവഴികളിൽ നിന്ന് പോലും വാഹനങ്ങൾ കയറി വരാൻ സാധ്യതയുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഓരോ സ്ഥലത്തും പോലീസുകാരെ നിയോഗിച്ചിട്ടുണ്ട്. അവിടെ നിന്നെല്ലാം വാഹനങ്ങൾ ഇവിടേക്ക് പ്രവേശിക്കരുതെന്ന് പറയുന്നുണ്ട്. ഫയർഫോഴ്സിന്റെയോ പോലീസിന്റെയോ വാഹനം മാത്രമാണ് ഇവിടേക്ക് കടത്തിവിടുന്നത്. അതും എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം എന്ന നിലയിലാണ്. നിലവിൽ ആ നിലയിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഈ ദൗത്യം ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ്. എത്ര സമയത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന കാര്യത്തിൽ നമുക്ക് വിവരങ്ങളുണ്ടോ? അതേപോലെ തന്നെ ഗതാഗതം എപ്പോഴേക്ക് പുനഃസ്ഥാപിക്കും? ക്രിസ്റ്റീന, ഈ ഗതാഗതം പുനഃസ്ഥാപിക്കുക, ഈ ദൗത്യം പൂർത്തിയാക്കി അപകടമൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷമായിരിക്കും ഈ ഗതാഗതം പുനഃസ്ഥാപിക്കുക. ഈ 2 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ ഷിഫ്റ്റിംഗ് പൂർത്തിയാക്കിയ ശേഷം ഗതാഗതം വീണ്ടും പഴയപടിയിലേക്ക് ആക്കണം എന്നുള്ളതാണ് ഇവർ ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. പക്ഷെ ആ സമയം കൊണ്ട് തന്നെ അത് എല്ലാ നിലയിലും അതിന്റെ സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയതിന് ശേഷം കഴിയുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും ആ നിലയിൽ വളരെ പണിപ്പെട്ടുകൊണ്ടുള്ള വളരെ ശ്രമകരമായ ഒരു ദൗത്യം ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. വിവിധ വകുപ്പുകളുടെ ഒരു ഏകോപനം ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ. അതിൽ പോലീസ് ഉണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്, KSEB ഉണ്ട്, ഇവിടുത്തെ മറ്റ് നാട്ടുകാരുടെയൊക്കെ ഒരു സഹായമുണ്ട്. അങ്ങനെ പല വിധത്തിലുള്ള ആളുകളുടെ ഏകോപനം, പല മനുഷ്യരുടെ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളുള്ള അധ്വാനമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ പക്ഷേ ഇപ്പോഴും ഒരു ആശങ്ക, ഇന്ന് ഏതെങ്കിലും തരത്തിലൊരു മഴയോ മറ്റോ വീണ്ടും പെയ്താൽ ഈ ഷിഫ്റ്റിങ്ങിന് വീണ്ടും വലിയ തടസ്സം നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ കാലാവസ്ഥയും അനുകൂലമായി തന്നെ ഇപ്പോൾ നിൽക്കുന്നു എന്നുള്ളത് അനുഗ്രഹമാണ്. ഇന്ന് രാവിലെ ഈ ടാങ്കർ മറിഞ്ഞതിന് ശേഷം, ഇന്നലെ ഉച്ച മുതൽ
ഇന്നലെ രാത്രി വരെയും രാത്രി 1 മണി വരെയും പെരുമഴ പെയ്ത തിരുവനന്തപുരമാണ്. പക്ഷേ ഈ ടാങ്കർ മറിഞ്ഞതിന് ശേഷം തിരുവനന്തപുരത്ത് ഒരു മഴയും പെയ്തിട്ടില്ല എന്നുള്ളത് കൂടി കാണണം. അങ്ങനെ എല്ലാ നിലയിലും ഇപ്പോൾ അനുകൂലമായ ഒരു സാഹചര്യമാണ്. അതിനി വീണ്ടും ഒരു മഴ പെയ്താൽ ഇത് വളരെ ദുഷ്കരമാകുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ആ മഴ പെയ്യാതെ അതിനു മുൻപ് തന്നെ ഇത് പൂർത്തീകരിക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇവിടെ ഉള്ളത്. ഇന്നലെ തന്നെ ഈ മഴ പെയ്ത് ചെളിയായി കിടന്നത് കൊണ്ട് തന്നെയാണ് ഈ അപകടം ഉണ്ടായതും. ശക്തമായ മഴയായതിനാൽ മണ്ണിൽ താഴ്ന്ന ടാങ്കർ അങ്ങനെ മറിയുകയായിരുന്നു എന്നുള്ളതാണ്. കൊച്ചിയിൽ നിന്ന് തിരുനെൽവേലിയിലേക്ക് പാചകവാതകവുമായി പോയ ഈ ടാങ്കറാണ് മറിഞ്ഞത്. ഈ ദേശീയപാത നിർമ്മാണം നടക്കുന്നതിനാൽ വഴിതെറ്റി ഈ റോഡ് വഴി പോകാനുള്ളൊരു ശ്രമമായിരുന്നു ടാങ്കർ ഡ്രൈവർ നടത്തിയത്. അതിനിടയിലായിരുന്നു ഈ ടാങ്കർ മറിയുകയും ചെയ്തത്. എന്തായാലും ഡ്രൈവർ നാമക്കൽ സ്വദേശിയായ എറ്റിക്കൺ 65 വയസ്സുകാരനാണ്. പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടിരുന്നു. അതിനുശേഷവും അദ്ദേഹം പോലീസിൽ വിവരം അറിയിച്ചിരുന്നില്ല. പോലീസ് ഒരു 7:30 കൂടിയാണ് ഇക്കാര്യം അറിയുന്നത്. 7:30 ഇക്കാര്യം അറിഞ്ഞതിന് ശേഷം തന്നെ ഫയർഫോഴ്സിൽ വിവരം അറിയിച്ചു. മറ്റ് സർവ്വസന്നാഹങ്ങളും ഒരുങ്ങി. അതിനുശേഷം ഈ മണിക്കൂർ വരെയുള്ള ഈ ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും ഒക്കെ ഒരു വലിയ അധ്വാനം, വലിയ മുന്നൊരുക്കങ്ങൾ, അതിനുശേഷമാണ് ഈ ഗ്യാസ് ഷിഫ്റ്റിംഗ് എന്നൊരു വലിയ പ്രോസസ്സിലേക്ക് കടക്കുന്നത്. ആ പ്രോസസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഫയർഫോഴ്സിന്റെ വിവിധ യൂണിറ്റിന്റെ ഫയർഫോഴ്സുകൾ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. വിവിധ ഉദ്യോഗസ്ഥരെ കാണാൻ കഴിയും. അങ്ങനെ ഒരു വലിയ ദൗത്യം, വലിയ അധ്വാനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വളരെ വേഗത്തിൽ തന്നെ വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഓരോരുത്തരും, ഈ നാട്ടുകാരും ഒക്കെ ഉള്ളത്. അതിനുശേഷമാണ് ഇവർക്ക് അവരുടെ പാചകം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതും. അതിനുശേഷമാണ് ക്രിസ്റ്റീന. ശരി, സലിം മാലിക്കാണ് മംഗലപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.